സഭയ്ക്ക് വന്ദനം. വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്കൊരു ഭാരമാകുമ്പോൾ ബാധ്യത ഒഴിപ്പിക്കാനായി മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആക്കുകയെന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു രക്ഷാമാർഗമാണ്. ഇതിലേക്കായി ഒരു വൃദ്ധ മുത്തശ്ശിയുടെ വ്യർത്ഥ സ്വപ്നത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. മലയാളം തന്നെ പോരാ. മകൻ അമേരിക്കയിൽ കത്തയക്കുമ്പോ കണ്ണ് കാണില്ല, കണ്ണട എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നാ വായിപ്പിക്കാറേ. ഡോക്ടർ എന്ന പാവമില്ലാത്ത നല്ല കുട്ടി അച്ഛൻ. നിക്ക് എന്റെ ചിരിക്കാതെ പോയ മോനെ പോലെ തോന്നും. അല്ല, ആമിനക്ക് എങ്ങനെയാ? നിങ്ങൾ ഈ ഗുളി കഴിക്കുന്നോ അതോ ഞാൻ ചെന്ന ഡോക്ടറെ? സത്യം പറയാനാ, ആ ഗുളിക കഴിച്ചപ്പേനെ തല പോല. ഇതൊന്നോർത്ത് വിഷമിക്കണ്ടാമേ. പിന്നെ എന്നെ വിളിക്കാനാ മോനെ കുട്ടികളൊക്കെ വരുന്നത്. അവരിവിടുത്തെ സ്വത്തും വീടും ഒക്കെ വിറ്റു. അല്ലെങ്കിൽ തന്നെ എന്തിനാ സ്വത്തുക്കളൊക്കെ? കെഞ്ചി മോനില്ലേ? അല്ല, ആർക്ക് പറഞ്ഞത്? മോളോട്ടെ വരും മുത്തശ്ശി ഇത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് വരും. വേണ്ട, മമ്മ നീ ടൈറ്റിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. തലക്ഷം വരാത്ത മുത്തശ്ശിയൊക്കെ എന്തിനാ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നേ? വേണ്ട, എനിക്ക് പേടിയാ. വേണ്ട. എന്താണ് ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ വിഷം കുത്തി വെച്ചിരിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? എന്നെ കൊണ്ടുപോയില്ലെങ്കിലും വേണ്ടില്ല. വല്ല ഗുരുവായൂരും അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടില്ല. ഞാൻ ചെലവാക്കണം. എന്റെ അമ്മയുടെ അസുഖമെന്ന് മാറിക്കണ്ടാൽ മതിയായിരുന്നു. മിസ്റ്റർ വാസുദേവൻ, ഈ അമ്മയ്ക്ക് ഇപ്പോഴല്ല ഒരിക്കലും മാനസിക രോഗമുള്ളതായി ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. മാനസികാരോഗ്യ കേന്ദ്രം ഒരു ബാധ തൊഴിപ്പിക്കേണ്ട സ്ഥലമായി കാണരുത്. പ്ലീസ്, ഈ അമ്മയുടെ ദയവ് കാണിക്കൂ. വേണ്ട. 10 മാസം ഞാൻ ചെലവ് വെച്ച ഇവനെ കൂടെ എനിക്ക് പോണ്ട. എത്രയോ തവണ ഞാൻ കുട്ടിയുടെ മുഖത്ത് നോക്കി അച്ഛനെ വിളിച്ചിട്ടുണ്ട്. ഒരു തവണ ഞാൻ എന്നെ മോനെ വിളിച്ചോട്ടെ. അങ്ങനെ താത്ത, എനിക്കിനി നിങ്ങളൊക്കെ ഉള്ളു. നന്ദി, നമസ്കാരം.